പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സന്തോഷകരമായ നല്ലൊരു പ്രഭാതം കൂടെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. അതേ, സങ്കീർത്തനം 37 3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ആരാണ് നമ്മുടെ ദൈവം? നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകുവാൻ കഴിയുന്ന ഒരു ദൈവം. സ്തോത്രം. മാതാവേ, പിതാവേ, കുഞ്ഞെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകുവാൻ കഴിയുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തു. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ. നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരല്ലേ? ഒരുപാട് വിഷയത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ? പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും ചിലതിലൊക്കെ നിങ്ങൾക്ക് ആഗ്രഹങ്ങളില്ലേ? നിങ്ങൾക്ക് ചിലതൊക്കെ കിട്ടണമെന്നും ചിലതുപോലൊക്കെ നിങ്ങൾ ആകണമെന്നൊക്കെ നിങ്ങൾക്കൊരാഗ്രഹങ്ങളില്ലേ? പക്ഷെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനുഷ്യന്റെ മുൻപിലല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന് മുൻപാകെ നിങ്ങൾ സമർപ്പിക്കണം. ഒരു നല്ലവണ്ണം മോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ലവണ്ണം പണിതെടുക്കുവാൻ കഴിയുന്ന ഒരാളിൻ്റെ കയ്യിൽ നമ്മളൊരു വസ്തു കൊണ്ട് കൊടുത്താൽ, ഒരു തടിക്കഷ്ണം കൊടുത്താൽ അദ്ദേഹം മനോഹരമായ ഒരു രൂപഭംഗി വരുത്തിയ ഒരു നല്ല രൂപമാക്കി അതിനെ പുറത്തു കൊണ്ടുവരിക. നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവത്തിന് സന്നിധിയിൽ വയ്ക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു നൽകാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഇന്ന് പകൽക്കാലം നിങ്ങൾ പല ആഗ്രഹങ്ങളുമായി നിങ്ങൾ ജീവിക്കുന്നവരാ. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ ആത്മീക മണ്ഡലങ്ങളിൽ, നിങ്ങളുടെ ശുശ്രൂഷാ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളില്ലേ? എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്നു, പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരു വിഷയം ഇതാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങൾ ദൈവത്തിന് സന്നിധിയിൽ വയ്ക്കുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകും. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ? നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ വേറെ ആർക്കും കൊടുക്കുന്നതല്ല. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം നമ്മുടെ കയ്യിൽ തരും. അർത്ഥാൽ ദൈവപൈതലേ, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം നിനക്ക് മറുപടി തരും. നീ ദൈവസന്നിധിയിൽ കഴിക്കുന്ന ആരാധനയ്ക്ക് ദൈവം നിനക്ക് മറുപടി നൽകും. നീ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നതിന് ദൈവം നിനക്ക് അനുഗ്രഹം നൽകും. സ്തോത്രം. നാം വിതയ്ക്കുന്നത് നമ്മൾ കൊയ്തെടുക്കുന്നത്. നമ്മൾ സന്തോഷം വിതച്ചാൽ സന്തോഷം നമ്മൾ കൊയ്തെടുക്കും. നമ്മൾ ദാരിദ്ര്യം വിതച്ചാൽ ദാരിദ്ര്യമേ നമ്മൾ കൊയ്തെടുക്കുകയുള്ളൂ. എന്നാൽ രക്ഷിക്കപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ ഹൃദയത്തിനകത്തുനിന്ന് വരുന്ന വാക്കുകൾ പ്രത്യാശയുടെ വാക്കുകളാകട്ടെ, സന്തോഷത്തിന്റെ വാക്കുകളാകട്ടെ. നിരാശ നമ്മളിൽ നിന്ന് മാറിപ്പോകട്ടെ. നമ്മുടേതായ ആ അനുഭവങ്ങളൊക്കെ ഒന്ന് മാറിപ്പോട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ലഭിക്കാതിരിക്കത്തക്ക നിലയിൽ ശത്രു കൊണ്ടുവരുന്ന സകല പദ്ധതികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകാനായി ഞാൻ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് നൽകുവാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും പിശാച് തടയിടുമ്പോൾ, പിശാച് അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നമുക്ക് സാധ്യമാക്കി നൽകും. പ്രിയപ്പെട്ടവരെ, അതല്ലേ ഇന്ന് സങ്കീർത്തനക്കാരനോട് നമ്മളോട് പറഞ്ഞത്? യഹോവയിൽ അതേ സ്തോത്രം ചെയ്യുന്നു, യഹോവയിൽ തന്നെ നീ രസിച്ചു കൊള്ളണം, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. അപ്പോൾ നമ്മളുടെ രസം അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന, നമ്മുടെ സഹവാസം എല്ലാം ദൈവത്തോട് ചേർന്നായിരിക്കണം. അവിടെ അത് വലിയൊരു പ്രത്യേകതയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിനുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വാങ്ങിക്കുകയും അതിനെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പിറകോട്ട് പോകുവാൻ അല്ലെ ദൈവത്തെ വിട്ടുപോകാൻ ശ്രമിച്ചാൽ ആ ലഭിച്ചതെല്ലാം നഷ്ടമായി തീരും. വചനം ഇങ്ങനെ പറയുന്നു, ദൈവം ഒരു വാതിൽ തുറന്നാൽ അത് അടയ്ക്കുവാൻ ആർക്കും കഴിയുകയില്ല. സ്തോത്രം. എന്നാൽ ദൈവം ഒരു വാതിൽ അടച്ചാൽ അതിനെ തുറക്കുവാനും ആർക്കും കഴിയില്ല. സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നൽകി തരുവാൻ കഴിയത്തില്ല. പക്ഷേ ഞാൻ പ്രസംഗിക്കുന്ന എന്റെ യേശു കർത്താവിന് സാധിക്കും. അതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളുടെ പാപജീവിതമാണോ? ലോകപ്രകാരമുള്ള മ്ലേച്ഛതാ ജീവിതമാണോ? നിങ്ങളുടെ പ്രാർത്ഥനാ കുറവാണോ? നിങ്ങളുടെ ആരാധനാ കുറവാണോ?
അല്ലെങ്കിൽ നിങ്ങളുടെ ഉപവാസത്തിന്റെ കുറവാണോ? എവിടെയാണ് നിങ്ങൾക്ക് കുറവ് സംഭവിച്ചത് പോയത്? ആ കുറവുകളെ നിങ്ങൾ പരിഹരിച്ച് ദൈവത്തിന്റെ പാദപീഠത്തിൽ മുട്ടിന്മേലിരുന്ന ആത്മശക്തിയിലും അഭിഷേകത്തിലും നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സ്വർഗം നിങ്ങൾക്ക് നൽകി തരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക, നിങ്ങൾ ആത്മാവിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രതിബന്ധങ്ങൾ മാറും, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറും, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറും, നിങ്ങളുടെ സങ്കടങ്ങൾ മാറും. യേശുവിന്റെ രക്തത്താൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി നൽകുന്ന, നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി നൽകുന്ന ഒരു നല്ല കർത്താവുണ്ടെന്ന് ഓർത്ത് ഈ ദൈവത്തോട് ചേർന്നിരിപ്പാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ആകയാൽ യഹോവയായ ദൈവത്തിൽ രസിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ആഗ്രഹങ്ങളെ വെച്ച് സന്തോഷമുള്ള ഒരു വിശ്വാസ ജീവിതം, ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് ഇന്ന് പകൽവേളയിൽ നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങളെ അതേ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ മാനിച്ചു തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, എന്നെ കർത്താവേ അങ്ങയുടെ വചനത്തിൽ കൂടെ ഈ വീഡിയോയിൽ കൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ വാത്സല്യ സഹോദരങ്ങളെയും ദൈവം അനുഗ്രഹിച്ചാട്ട് ഈ മക്കളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അങ്ങയുടെ ഹിതമനുസരിച്ച് ഇന്ന് പകൽവേളയിൽ ദൈവമേ മറുപടി കൊടുത്ത് ഇവരെ സഹായിക്കണം. അങ്ങാണ് ഇവർക്ക് നാഥനായി ഉണ്ടാകേണ്ടത്. കർത്താവേ, ഇവരുടെ കരത്തെ പിടിച്ചോണേ, ഇവരുടെ ആഗ്രഹങ്ങളെ മാനിക്കണമേ. അപ്പ ഇവരെന്താണോ ആഗ്രഹിക്കുന്നത് കർത്താവേ, ഒരു നല്ല വിശ്വാസ ജീവിതമാണോ, ഒരു നല്ല ആത്മീക ജീവിതമാണോ, ഒരു നല്ല ദൈവവേദന ജീവിപ്പോൾ ആഗ്രഹമാണോ, ഇവരുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിക്കണമേ. ഇവർക്ക് കർത്താവേ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് നല്ല ജോലി കൊടുത്ത് കർത്താവ് മാനിച്ചാട്ട്, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ദൈവമേ നല്ല ഭവനം കൊടുത്ത് കർത്താവ് മാനിക്കണമേ. കുടുംബത്തിനകത്ത് സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ദൈവമേ ഇവർക്ക് നല്ല സമാധാനം കൊടുത്ത് കർത്താവ് സഹായിക്കണമേ. ദൈവമേ, മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാവ് പിതാവാണോ താവേ, ഈ പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലെ താവേ വിഷമങ്ങളെ മാറ്റി ദൈവമേ, അവരുടെ സങ്കടങ്ങളെ മാറ്റി അവരുടെ മക്കളെ ദൈവം നല്ല പാതയിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ ഇവർ തകർന്നവരാണോ, ഇവരുടെ കുടുംബജീവിതത്തിൽ ഇവർ തകർന്നവരാണോ, മറ്റുള്ളവരുടെ വേദനകളാൽ മറ്റുള്ളവരുടെ വാക്കുകളാൽ ഇവർ തകർന്നിരിക്കുന്നവരാണോ, കർത്താവരെ ആശ്വസിപ്പിച്ചാട്ട്. ഇവരുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണോ, എൻ്റെ ദൈവമേ അങ്ങ് മഞ്ഞും മഴയും അയച്ച് ഈ മക്കളുടെ ഉണങ്ങിയ അവസ്ഥകളെ മാറ്റി ഇവർക്കൊരു പ്രത്യാശ കർത്താവ് നൽകണം. അങ്ങയുടെ നാമത്തിൽ ഈ മക്കളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ മക്കൾ അനുഗ്രഹമായി ഇന്ന് പകൽക്കാലം തീരട്ടെ. ഇവരുടെ പ്രയാസങ്ങൾ മാറട്ടെ, ഇവരുടെ പ്രതികൂലങ്ങൾ മാറട്ടെ, ഇവരുടെ കടഭാരങ്ങൾ മാറട്ടെ, ഇവരുടെ ഇല്ലായ്മകൾ മാറട്ടെ, ഇവരുടെ ശൂന്യതകൾ മാറട്ടെ. ഇവർ സഞ്ചരിക്കുന്ന വഴിയിൽ ഇന്ന് പകൽക്കാലം വലിയ അനുഗ്രഹങ്ങൾ ഇവർക്ക് ഉണ്ടാകട്ടെ. കർത്താവേ, ഇവർ ഉണങ്ങിയ നിലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ എത്തപ്പെടുന്ന മേഖലകളിൽ അതെല്ലാം പച്ചയായി തീരുവാൻ ദൈവം ഇടയാക്കണം. ഇവരുടെ മുൻപിൽ വഴി തടയുന്ന പൈശാചിക പോരിന്റെ സകല ശക്തികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചതിന്മേൽ ജയമെടുക്കുക. കർത്താവേ, ഇന്ന് വിശ്വാസത്തോടെ എന്റെ കർത്താവിനെ ഇവർ അംഗീകരിക്കുമ്പോൾ ദൈവം ഇവരുടെ ആഗ്രഹങ്ങളെ മാനിച്ചു കൊടുക്കണം. കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അടിയൻ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ അറിയിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം ഇന്ന് പകൽ വേളയിൽ മാനിച്ചു നൽകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.